പക്ഷെ പ്രഖ്യാപനത്തിൽ നമ്മൾ വീണില്ല. കാരണം നമുക്കറിയാം പ്രഖ്യാപനങ്ങൾ ഇതിനു മുന്നേ പലതും ചെയ്തിട്ട് നമ്മൾ പറ്റിച്ചതാണ്. അപ്പോൾ പ്രഖ്യാപനം നമ്മൾ വീണില്ല. അപ്പോൾ ഇവിടെ മറ്റു പലരും ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി. പക്ഷെ നമ്മൾ പറഞ്ഞു കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടി അല്ലാതെ സമരം നിർത്താൻ ഉദ്ദേശിക്കുന്നതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകി. അതിന്റെ ഭാഗമായിട്ട് 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പിട്ട വിവരം നമുക്ക് കൃത്യമായിട്ട് നൽകുന്നത്. ഇന്ന ഫയൽ നമ്പറിൽ ഇന്ന തരത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് CBIക്ക് വിടാൻ വേണ്ടിയിട്ട്. ആ ദിവസമാണ് ഞങ്ങൾ സമരം അവിടെ അവസാനിപ്പിക്കുന്നത് താൽക്കാലികം, അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ദിവസങ്ങളിൽ മനോജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ DSP സന്തോഷ് ചന്ദ്രൻ, പിന്നെ അദ്ദേഹത്തിന് തിരിച്ചു വന്നു, C അബ്ദുൾ റഹീം തിരിച്ചു വന്നു. അവർ അന്വേഷണം ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനിടയിൽ തന്നെയാണ് അത് നടക്കുന്നത്. അപ്പോൾ ദിവസവും വാർത്തകൾ വരുന്നതോറും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. അന്വേഷണം പുരോഗതി ഉണ്ടാകുന്നു, ആളുകളെ തിരിച്ചറിയാൻ തുടങ്ങുന്നു, ഇങ്ങനെ പുതിയ വാർത്തകൾ ഉണ്ടാവുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് വീണ്ടും C അബ്ദുൾ റഹീമിനെ മാറ്റുന്നത്. അവിടുന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു ഇവിടുത്തെ പയ്യന്നൂരിലെ ബ്ലേഡ്, റിയൽ എസ്റ്റേറ്റ്, ഗുണ്ട, മാഫിയ സംഘങ്ങൾ വളരെ വ്യക്തമായി ഇടപെടുന്നുണ്ട്. അത് ചെറിയ തോതിലൊന്നല്ല, ഭരണകൂടങ്ങളുടെ ഏറ്റവും